ഗൈസ്, അപ്പം ഞാനാണ് സമീൻ സലാഹു ഗെയിമിംഗ്. അവൻ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തരാം. ഇത് നോക്ക് ഗൈസ്, ഇന്നലെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തൊരു കാറ് വാങ്ങി. അംബാസഡർ ഇട്ട് എടുക്കണ ഒരു ബീസ്റ്റ് എന്ന് പറഞ്ഞൊരു കാറ് വാങ്ങി. പിന്നെ ഇതേ പുതിയ ക്യാരക്ടറിനെ അൺലോക്ക് ചെയ്തു. ഷർട്ട് മാത്രം വാങ്ങാൻ പറ്റില്ല. ക്യാരക്ടറിനെ അൺലോക്ക് ചെയ്തല്ല, നമ്മുടെ സീജനെ തന്നെ ജെയ്സനെ തന്നെ മുടിയൊക്കെ മാറ്റി. അങ്ങനെ ക്യാരക്ടർ ചേഞ്ചിങ് ഒരു ഓപ്ഷൻ ഇല്ല. റെഡ് പാൻറ്റ് പുതിയത് വാങ്ങി, 2 പാൻറ്റ് വാങ്ങി, പിന്നെ ഒരു ഷോർട്സ് വാങ്ങി. പിന്നെ ഒരു ഷർട്ട് വാങ്ങാൻ പറ്റില്ല. പിന്നെ ഷർട്ടിൻ്റെ കളർ മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ കാറ് നമ്മൾ കാണിച്ചു തരാം. ഇത് കിടക്കുന്നു. ഈ കാറിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ സാധാ ഈ NPCസിൻ്റെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പം ഈ അവരുടെ വണ്ടിയൊക്കെ ഇത് ഈ ഒരു സ്ഥലത്തിട്ടിട്ട് നമ്മളൊരു സ്ഥലത്ത് കയറി പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവരുടെ വണ്ടി കാണൂല. ഇതിന് അങ്ങനെ ഒരു കുഴപ്പമില്ല. ഇതിനെന്താ പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഇത് നമ്മൾ എവിടെ ഇട്ടാലും നമ്മൾ എവിടെ പോയിട്ട് വന്നാലും അത് അവിടെ കിടന്നോളും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാണ് നമ്മൾ മറ്റേ ലെമൺ ലഞ്ചിൽ പോകുമ്പം റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴത്തേക്കും അതൊക്കെ ഇങ്ങനെ നമ്മൾ വരുമ്പോഴത്തേക്കും ഈ നമ്മൾ കയറുമ്പോൾ അവിടെ ഇട്ടിട്ട് പോകണേ അല്ലായിരിക്കും. നമ്മൾ വരുമ്പോൾ വണ്ടിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകും. പിന്നെ നമ്മൾ ബീച്ച് കണ്ടുപിടിച്ചു വിട്ട് നമുക്ക് പിന്നെ ബീച്ചിൽ പോകണം. പിന്നെ എയർപോർട്ട് കണ്ടുപിടിച്ചു, എല്ലാം കണ്ടുപിടിച്ചു അങ്ങനെയൊക്കെ. പിന്നെ ബീച്ച് എന്ന് പറയുമ്പോൾ ഞാൻ ബീച്ച് കാണിച്ചു തരാം കേട്ടോ. കറക്റ്റ് GTA 5 ആയിട്ട് ഇപ്പം പൊന്നു എനിക്കൊന്നും പറയില്ല, കറക്റ്റ് GTA 5. വണ്ടി ഇവിടെ കിടക്കട്ടെ. സാധാരണ ബീച്ചിലേക്ക് പോകുമ്പം വണ്ടി പോകും. വന്നിട്ട് നോക്കാം. ശ്വാസം വരുന്നില്ലെങ്കിൽ നോക്കിക്കോട്ടെ. കൈതച്ചക്കയോ എന്താ? പൈനാപ്പിൾ. ഇതെൻ്റെ മാമാണ് ഇപ്പോൾ പറഞ്ഞത്. അസ്സലാമലൈക്കും ഗൈസ്. ഇടുക്കിയിലേ മാത്രമേ ഉള്ളൂ കരിച്ചക്ക. ഇടുക്കിയിലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം പൈനാപ്പിളാ. അത് ഇംഗ്ലീഷിലല്ലേ പൈനാപ്പിൾ? ഇംഗ്ലീഷിൽ പൈനാപ്പിൾ, മലയാളത്തിലാണ് കൈതച്ചക്ക. ഇടുക്കിയാണ് പ്യൂർ മലയാളം. പ്യൂർ മലയാളം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അടിക്കുന്ന ഭാഷ. ഇടുക്കിയാണ് പ്യൂർ മലയാളം. ബാക്കിയുള്ള ഈ സ്റ്റേറ്റ്സൊക്കെ മറ്റേ മലപ്പുറം കാസർഗോഡൊക്കെ നോക്കുകയാണെങ്കിൽ മലയാളം തന്നെയാണ്. പെരുമ്പാവൂർ അങ്ങനെ കണ്ണൂര്, കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് കാസർഗോഡ് 5 ഭാഷയാ. കാസർഗോഡും മലപ്പുറവും അല്ല, കാസർഗോഡും കണ്ണൂർ ഇങ്ങോട്ട് കംപ്ലീറ്റ് ഇങ്ങനെ ഓരോരോ ഭാഷകളാണ്. കാസർഗോഡും കണ്ണൂരും തോന്നുന്നത്. വേറെ എന്തൊക്കെയോ ഭാഷയാ മനസ്സിലാവത്തില്ല. പെരുമ്പാവൂർ എന്ന് ചോദിക്കുന്നില്ലേ? കണ്ണൂർ അങ്ങനെ ചോദിക്കുക. എന്താണ് ഇങ്ങനെയാണ് ചോദിക്കണേ. നമ്മളിങ്ങനെ കുളിക്കാൻ ബീച്ച് വന്നതാണ്. ഈ കാല് ജസ്റ്റ് നിൽക്കട്ടെ. കഴിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഗെയിം കളിച്ചു നോക്കണേ, നല്ലൊരു ഗെയിമാണ്. ഈ ക്യാരക്ടറിൻ്റെ പേര് തന്നെ ചോദിച്ചവർക്ക് ഞാൻ പറഞ്ഞുതരാം. ക്യാരക്ടറിൻ്റെ പേര് ജെയ്സൺ ആണ്. ജിച്ചോ CJ എന്നൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. കോഴിക്കോടൊക്കെ കഴിഞ്ഞ് പാഞ്ഞു ഓടി എന്ന് പറയും. നമ്മൾ മലയാളത്തിൽ ഇറങ്ങി ഓടി എന്ന് പറയും. നമുക്ക് റിസോർട്ടിൽ പോകണം. ഇവിടെ അടുത്തൊരു റിസോർട്ടുണ്ട്, റിസോർട്ട് ആൻഡ് കാസിനോ. റിസോർട്ടിന് എന്താ പേര് കൊടുത്തത് എനിക്ക് അറിയില്ല കേട്ടോ. കാസിനോ എന്നാണ്. പക്ഷേ കാസിനോ എൻ്റെ റിസോർട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് വീട്ടിൽ പോയി ഡ്രസ്സൊന്ന് മാറണം ആദ്യം. ആ ഡ്രസ്സ് മാറിയാൽ മാത്രമേ ക്യാമറ ഓണല്ലേ ഗൈസ്? ക്യാമറ ഒക്കെ ഓണാണ്. ഇതൊക്കെ ഏതാ വീഡിയോ? ഇതൊന്നുമല്ല എൻ്റെ വീഡിയോ കാണിച്ചു തരാം. സ്കൂട്ടർ വരുന്നതായി. എനിക്ക് സ്കൂട്ടർ ഇഷ്ടമില്ല, അതുകൊണ്ട് സ്കൂട്ടറുകാരെയൊക്കെ ഞാൻ അടിച്ചപ്പോൾ പുറമ്പ് കളയും. നമുക്ക് നേരെ ഇവിടെ കിട്ടി ഇങ്ങനെ എടുത്തിട്ട് ഡ്രസ്സ് മാറിയിട്ടാണ് കേട്ടോ ഗൈസ്. സെറ്റ് ഷോർട്സ് ഉണ്ട്, അത് ബാഗിലിടണം, ഷോർട്സിലാണ്. ഡ്രസ്സ് മാറിയിട്ടാണ് കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ റിസോർട്ടിൽ പോകാനായിട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ കുളിച്ചു കിട്ടോ. ഇതെങ്ങനെയുണ്ട് ഗ്യാങ്സ്റ്റർ എന്നൊക്കെ ഇതൊരു അടിപൊളി ഇതാണ്. ഒരു പാൻറ്റാണ്. നമുക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും വീണ്ടും ഒരു ബാഗുണ്ട്, ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട്. എനിക്ക് ഈ പാട്ട് ഇഷ്ടമില്ല. എനിക്ക് ക്ലാസിക് റേഡിയോ വർക്കാവും. ഇത്ര സൗണ്ട് വേണ്ട കേട്ടോ, ഇത്ര സൗണ്ട് വേണ്ട. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത്ര സൗണ്ട് വേണ്ട. നമ്മൾ നേരെ പോണ റിസോർട്ടിലേക്കാണ്. എവിടെ റിസോർട്ട് എന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് ടൗണിൽ ചെന്നിട്ട് ഗൂഗിൾ മാപ്പ് അടിച്ചു കൊടുക്കാം.
നമുക്കില്ല അവിടെ ചെല്ലട്ടെ. പോലീസ് ഇതിന് നമുക്ക് അടിച്ചു കൊടുക്കാം. കറക്റ്റ് അവിടെ പാർക്ക് ചെയ്തുകൊണ്ട് ഇനി അത് ഈ ഒരു കറക്റ്റ് ഈ ഒരു പ്രദേശത്താണ് വരുന്നത്. കറക്റ്റ് അവിടെയാണ് നമുക്ക് അങ്ങോട്ട് തന്നെ കറക്റ്റ് പോവാം. ഇനി ഇതിൻ്റെ എപ്പിസോഡ് അങ്ങോട്ട് വരുന്നത് പിന്നെ മറ്റേ ഒരു വുഡൻ മാൻഷൻ മറ്റേ ഇവോക്കറൊക്കെ ഉള്ളല്ലേ, ആ ഇവോക്കറിനൊക്കെ തല്ലിയപ്പോഴത്തെ പറമ്പിൽ കളഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, വുഡൻ മാൻഷൻ ഞാൻ അങ്ങോട്ട് എടുത്തു. പിന്നെ ഞാൻ അനീറ്റിക്കും എൻ്റെ താത്താക്കൊക്കെ വെറുതെ അവർ കളിക്കില്ലെങ്കിൽ വെറുതെ റൂം പണിതു. പിന്നെ എനിക്ക് റൂം പണിതു. പിന്നെ എനിക്ക് ഹോർസ് ഫാം പണിതു. പിന്നെ കൗ ഫാം പണിതു. പിന്നെ ഞാൻ അവിടെ തിയേറ്റർ പണിതു, ഹോം തിയേറ്റർ. പിന്നെ ഞാൻ അവിടെ ഒരു ക്യാമ്പ് ഫയർ പണിതു. ഇതിപ്പോൾ വേറെ എന്തിൻ്റെയോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെയാണെന്ന് എനിക്കറിയില്ല. എന്തിൻ്റെയോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ആ റൂം എടുത്തിട്ട് വെറുതെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് പെട്ടെന്ന് എത്തിയാൽ മതി, അത്രേ പറയുള്ളൂ. എൻ്റെ പൊന്നിയുടെ മാറ് ചേട്ടന്മാർക്ക് സമ്മതിക്കത്തില്ല. നമുക്ക് ആ വഴി പോയിട്ട് തിരിച്ചു വരട്ടെ. ഈ ഗൂഗിൾ മാപ്പും തീരാനായിട്ട് ഞാൻ ഇങ്ങനെ പോകണം. അപ്പോൾ നമ്മൾ വീണ്ടും ആ വഴി തിരിച്ച് അങ്ങോട്ട് തന്നെ വരും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇടിച്ചാലൊന്നും ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് അവിടെ നിന്ന് എത്തിയാൽ മതി. കഴിച്ച പുതിയ വണ്ടിയായിട്ട് എനിക്ക് ഈ വഴി കയറാം. തിരിച്ചു കയറാം. റോങ് സൈഡ് ഞാൻ കയറാറില്ല. ചേട്ടാ വണ്ടി ഒന്ന് ഇടിച്ചു തരുമോ? അള്ളാ, ഇത് ആരുടെ വണ്ടി? അള്ളാഹുമ്മ സല്ലി പോലീസ്. ഇവിടെ നമ്മളെ പുതിയ വണ്ടിക്ക് ഇടിക്കില്ല പോലീസ്. പൊന്നേട്ടൊന്ന് പോവോ പോലീസ്? ഒന്ന് പോയി തരുമോ? പൊന്നു ഇത് കാണിക്കണേ. ഞാൻ ബസ്സിലേക്ക് പോലീസ് അപ്പുറത്തെ റോട്ടിലുണ്ട്. നമുക്കൊന്ന് രക്ഷപ്പെടണം. നമ്മൾ രക്ഷപ്പെട്ടു. പെട്ടില്ല. സൈഡിലത്തെ റോട്ടിലൊക്കെ കുറേ പോലീസ് ഉണ്ട്. രക്ഷപ്പെട്ടു. ഇനി നമുക്ക് കറക്റ്റ് വഴിയിൽ കൊണ്ട് ഗൂഗിൾ മാപ്പ് ഇടാം. നേരത്തെ നമ്മൾ ഇട്ടത് തെറ്റായ വഴി. നമുക്ക് അവിടുന്ന് കറങ്ങണം. വണ്ടി പറപ്പിച്ച് പോണ സമയമില്ല. പെട്ടെന്ന് ആ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ആകണം. കാരണം ഇന്ന് ഞങ്ങൾ ആശുപത്രി പോവാണ്. ടൈനീച്ചിയുടെ ഞാൻ പറഞ്ഞല്ലോ അവൾ നടക്കൂല. അപ്പം അവൾക്ക് ഇങ്ങനെ അവൾക്ക് കുറച്ച് മെഡിസിൻസൊക്കെ വാങ്ങണം. മോനെ പുതിയ വണ്ടി ഞാൻ കാണിക്കുന്നത്. നിങ്ങൾ കണ്ടോ നിങ്ങൾ? ഇതാ പ്രശ്നം. ഏതൊരു വണ്ടിയുടെ പേരൊന്നും എനിക്കറിയില്ല. അംബാസഡറിന് ഞാൻ വിളിക്കുന്നത്. പിന്നെ നമ്പർ പ്ലേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ബീസ്റ്റ് എന്ന് ഇതുണ്ട്. അത് മാത്രം അറിയാം എനിക്ക്. സ്ഥലത്തായി ഇതിൽ വെച്ച് ഇങ്ങനെ പോകണം. ഈ തന്നെ കളഞ്ഞാൽ മതി. നമ്മുടെ സ്ഥലം എത്തിയത് കാശ്മീർ ആൻഡ് റിസോർട്ട്സ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആ ലിഫ്റ്റ് കയറി നമുക്ക് ടോപ്പ് ഫ്ലോറിൽ പോയിട്ട് പാരച്യൂട്ടൊക്കെ ചെക്ക് ചെയ്യാം. വണ്ടി ഇവിടെ തന്നെ കിടക്കട്ടെ. വണ്ടി ഇവിടെ കിടക്കട്ടെ. എനിക്ക് പാൻ്റെ കൊണ്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. കണ്ട കാശ്മീർ ആൻഡ് റിസോർട്ടിൽ നിന്ന് എന്നിട്ട് അവിടെ റിസോർട്ട് എന്ത് ചെയ്യും? വെൽക്കം ടു ഫബ്ലൂസു കശീനോ. അതൊക്കെ എഴുതിയിട്ടുണ്ട്. തുണിക്കടയിൽ നിന്നെല്ലാം വാങ്ങാൻ പറ്റുമോ? അതുമില്ല. വാങ്ങാനൊന്നും പറ്റില്ല. പിന്നെ ജസ്റ്റ് ഇതിനെ കൂടി നടക്കുകയൊക്കെ ചെയ്യാം. ഏതൊരു ചേച്ചിയുടെ പ്രതിമയുണ്ട് ഇവിടെ. എന്തോന്നാ കാസിനോണിത്? ബ്ലാക്ക് ജാക്ക് ലോസ്റ്റ്. ഇത് കളിക്കണം. ഞാൻ അവിടുത്തെ പോയിട്ട് കാസിനോ കളിച്ചോളാം.
എനിക്കതേ പറഞ്ഞിട്ടുള്ളൂ. വല്ല പൈസയും കിട്ടണമെങ്കിലേ അതിനെ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ കയ്യിൽ എന്തോരം പൈസ ഉണ്ടെന്ന് നോക്കട്ടെ. 24,000. ക്യാമറ ഓണാണ്. നമുക്കൊരു പേടി അങ്ങനെ ക്യാമറ ഓഫായിരുന്നു. കാസിനോ സ്ലോട്ട് മെഷീൻ ഔട്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഒന്നും കിട്ടിയില്ല. 75,000 ഒക്കെ അടിച്ചാ എൻ്റെ മോനെ. 2 വാറ് വന്ന് ഒന്നും കിട്ടുകയില്ലേ. അടുത്തത് എടുക്കട്ടെ. എനിക്ക് 500 രൂപ കിട്ടും. എൻ്റെ പൈസ പോവാണോ ഇത്? ഇല്ല ഞാനില്ല എന്നെ കളിക്ക് ഇല്ല. പിന്നെ ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നെടുത്ത വീഡിയോ ഞാൻ ഇതിലോട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് അപ്ലോഡ് ചെയ്തിട്ടുവാണെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യും. ഇത് ഞാൻ നാളത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. അങ്ങനെ എടുക്കാനാണ് എൻ്റെ പ്ലാൻ. ഇപ്പം നാളെ വീഡിയോ ഉണ്ടാവില്ല കേട്ടോ. നാളത്തെ വീഡിയോ ആണ് ഈ കാണുന്ന വീഡിയോ. നാളെ സാറ്റർഡേ ആണ്. ഇന്ന് ഫ്രൈഡേ. ഇന്ന് ഫ്രൈഡേ 20th ആണ്, സെപ്റ്റംബർ 20th. Hello Vegas, you're listening to 101.4 Classic Vibes. Very special happening later. I managed to get my hands on an original 45 demo from the നമുക്ക് legendary ഇനി പോകേണ്ടത് എയർപോർട്ടിലൊന്ന് പോകട്ടെ. അത് ഈ വണ്ടി കൊണ്ടുപോയാൽ ശരിയാവൂല. ഈ വണ്ടി നമുക്ക് വീട്ടിൽ ഇടാം. ഈ വണ്ടി വീട്ടിൽ കിടക്കട്ടെ. നല്ലത് ഈ വണ്ടിക്ക്. അതായത് നമ്മളവിടുത്തെ എയറോപ്ലെയിൻ എടുക്കൂലേ. എയറോപ്ലെയിൻ എടുക്കുമ്പം ഈ വണ്ടി അവിടെ ഈ വണ്ടി അപ്പം അവിടെ ഇടുമ്പം അതല്ല പ്രശ്നം. ആ വണ്ടി അവിടെ ഒറ്റക്കൊക്കെ ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്ക് ഈ വണ്ടീനെ വീട്ടിടുന്നില്ലേ. ഈ വണ്ടി പിന്നെ മാഞ്ഞും പോകാത്തതുകൊണ്ട് കുഴപ്പമില്ല. ബൈക്ക് എൻ്റെ ഒരു പ്രൈസിന് പറ്റിയ ബൈക്ക് നോക്കുകയാണെങ്കിൽ സ്കൂട്ടർ കിട്ടുള്ളൂ. എൻ്റെ ഒരു പ്രൈസിന് പറ്റിയ ബൈക്ക് നോക്കുകയാണെങ്കിൽ സ്കൂട്ടർ കിട്ടും. ഞാൻ പറന്നുകൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്തി. ഞാൻ പതുക്കെ ആണെങ്കിലും സംസാരിച്ചു. ഈ വണ്ടിയുടെ കോലം നോക്കി അതിപ്പോൾ നമുക്ക് ശരിയാക്കാം. ഞാൻ ഒന്ന് ക്യാമറ കട്ടാക്കണേ. നമ്മളെ വീണ്ടും ഒന്നും കൂടി തുടങ്ങിയേക്കാണ്. എയർപോർട്ടിൽ പോകുന്നേരം നമുക്ക് ബാഗ് ഇട്ടുണ്ട് പോവാം. പക്ഷേ കാറിൻ്റെ ചിഹ്നം വന്നില്ല. എപ്പോഴേ ചാടി നോക്കട്ടെ. സാധാരണ ഇവിടെയാണ് കാർ ഉണ്ടാവാറ്, അവിടെയാണ് കാർ. ഒന്ന് മാറിക്കോനെ കാണിക്കണേ. കാറെന്തി മോനെ കാറെന്തി. Where is my car? കാറോടെ എത്തിപ്പെടാണ് കാറ്. അത് നോക്കട്ടെ. ഗോളി പോയിട്ട് ഈ കാർ VIP മാത്രമുള്ളതാണ്. പിന്നെ ഈ കാർ ഇതൊന്നും ഞാൻ എക്കിപ്പെടായിട്ടില്ല കേട്ടോ. വെറുതെ പറഞ്ഞോളൂ. ഇത് എക്കിപ്പെടാ. ഇതൊക്കെ കുഞ്ഞു തോക്ക് അതൊക്കെ ഇപ്പെടാ. ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും കിടാറില്ല. ഇതൊക്കെ ഞാൻ തരുന്നു. ഇത് കാർ എവിടെയാണ് അറിയാത്തത്. ഇപ്പോഴൊന്ന് ഡെലിവറി ഒക്കെ ഇപ്പോഴേ എൻ്റെ മോനെ. അപ്പം ഞാനും വിചാരിച്ചാൽ അനിയത്തിക്ക് എന്നെ കിട്ടാത്ത. എൻ്റെ അനിയത്തിക്ക് കാർ കിട്ടാതെ തന്നെ അവർക്കും പൈസ കൊടുത്ത് പുതിയ കാറ് വാങ്ങിയിട്ടേ കാറ് കിട്ടിയില്ല. നമ്മൾ നേരെ വീട്ടിലേക്ക് കൊടുക്കാം. നമ്മൾ ഗെയിം ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അങ്ങനെ കിട്ടിയത്. പിന്നെ ചില സമയത്ത് ഇത് വർക്കാവൂല. അതാ പ്രശ്നം. ഞാൻ എന്തെങ്കിലും പോകണമെന്ന് വിചാരിച്ചാൽ എനിക്ക് വഴിയൊന്നും അറിയില്ല. ഇങ്ങനെ അങ്ങോട്ട് പോവാം. അതുകൊണ്ട് നമുക്ക് ഗൂഗിൾ മാപ്പ് ഇടാം. നമ്മളിവിടെ കിടക്കണം. നമുക്കിനി ഇവിടെ വരെ വരണം. ഇവിടെ ഇട്ടേക്കാം. എന്തോരം പോകണമെന്ന് നല്ല ദൂരം. അതുകൊണ്ട് ബീസ്റ്റല്ലേ പറക്കാം. ബീസ്റ്റ് പോകണമെങ്കിൽ ഇന്ത്യയിലല്ല. എനിക്കിന്ന് സ്റ്റാർട്ട് ചെയ്ത റോഡ്
ഫാക്ടറി ഉണ്ടോ? ഈ സൈഡിൽ കാണുന്ന ഫാക്ടറിയാണ്. പിന്നെ ഇന്ന് എനിക്കൊരു കുറച്ച് ക്ലാസ്സൊക്കെ കിട്ടിയില്ലോ മലയാള ഭക്ഷണത്തെക്കുറിച്ച്. അതെന്തായാലും നല്ലതാണ്. പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാവരും പരമാവധി മിസ്സാവാതെ കാണാതിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെയാണ് ഇതേപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ എനിക്ക് കിട്ടുന്നത്. ഗാങ്സ്റ്റർ വീക്ക് അതൊന്നും അടിച്ചോടിച്ച എൻ്റെ കൂടെ പരിപാടിക്കില്ലേ ഗൈസ്? അല്ലേ? ഈ വീഡിയോ നമുക്ക് നാളെ ഇടാനുള്ള വീഡിയോ ആണ്. അപ്പോൾ നാളെ വീഡിയോ കാണൂല. ഞാൻ ഇത്ര പെട്ടെന്ന് പോകാൻ കാരണം അല്ലെങ്കിൽ ഞാൻ പതുക്കെ സംസാരിച്ചേനെ. ഇത്രയും പെട്ടെന്ന് പോകാൻ നല്ല ദൂരമുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് നല്ല ദൂരമൊന്നുമില്ല. ഇതിൻ്റെ പ്രശ്നമില്ല. എനിക്കിപ്പോൾ തന്നെ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ പോകണം. എത്ര മണി? ഇപ്പോൾ 9 മണി ആയിട്ടുണ്ടെന്നാലും 12 മണിയാകുമ്പോൾ എനിക്കിവിടെ നിന്ന് പടയണം. എനിക്ക് ഈ വഴി പോകണതാണ് ഇഷ്ടം. ഈ റിച്ച് ഇല്ലാണ്ട് ബോൾ കാണുമ്പോൾ തന്നെ നമ്മൾ റിച്ചാന്നൊക്കെ എനർജറ്റിക് ഒരു സംഭവമൊക്കെ വരും. ആ സംഭവത്തിന് വേണ്ടി എൻ്റെ മുന്നിൽ കറക്റ്റ് ബ്രേക്ക് ചെയ്യും. അത് ഇവന്മാരെ കൂട്ടുള്ള ആൾക്കാർ ഇവിടെ കുറേ ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നു. GTA 5 പകരമുള്ള ഒരു ഗെയിം എന്ന് പറയുമ്പോൾ ഇതായിരിക്കും ബെറ്റർ ആയിരിക്കും. ഇത് ബീസ്റ്റ് ഇവിടെ കിടക്കട്ടെ. നമുക്ക് അപ്പുറത്ത് കിട്ടിന് ഡ്രസ്സൊന്ന് മാറിയിട്ട് അപ്പുറത്ത് കിട്ടി നമുക്ക് ഇതെത്തിട്ട് ഡ്രസ്സ് മാറണം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാണാത്തവരാണെങ്കിൽ ഷോപ്പ് എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങണം കേട്ടോ. ഞാൻ ഈ ഓൾറെഡി ഞെക്കുമ്പം ഇങ്ങനെ വരും. നിങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 കട്ടാണുള്ളത്. എനിക്ക് ആകെപ്പാട് ഇഷ്ടപ്പെട്ടത് ഈ കട്ടാണ്. അപ്പോൾ ഒരു ഓറഞ്ച് ഇതെടുക്കട്ടെ. പിന്നെ ഇതിനൊരു ഓറഞ്ച് കിട്ടും. ഇതിന് ഓറഞ്ചിലായതുകൊണ്ട് പച്ച എടുക്കാം. മുടിക്ക് പച്ചടിക്കാൻ പറ്റുമോ? മുടിക്ക് പച്ചടിക്കാൻ പറ്റും. മുടിക്കും പച്ചടിക്കാം. മുടിക്കും നമുക്ക് പച്ചടിക്കാം. ഈ എക്യുപ്പ് ഇതിനും മുടിക്ക് പച്ചടിച്ചിട്ട് എക്യുപ്പ്. ഒരു പാൻറ്റ് നമുക്ക് ഈ ബാഗ് ഇട്ടാം. ബാഗിക്ക് ഓൾറെഡി ഉള്ളതാണ് എക്യുപ്പിഡ്. അതിന് നമുക്ക് ഈ വണ്ടി വേണ്ട. നമുക്ക് പച്ച എല്ലാത്തിനും വണ്ടി ടേസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. നമുക്ക് ഏത് വണ്ടിയാണെങ്കിലും കുഴപ്പമില്ല. എയർപോർട്ടിൽ ഇപ്പോൾ ഒരു പ്ലെയിൻ എടുത്ത് പ്ലെയിനിൽ നിന്ന് ചാടി നമ്മുടെ വീഡിയോ അതോടെ വരും. ഈ വീട്ടിൽ വണ്ടി കാണുമോ? ആ വീട്ടിൽ വണ്ടി കാണുമോ? ആ വീട്ടിൽ കാണാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ സ്കൂട്ടർ ഇരിക്കണം. സ്കൂട്ടറിന് സ്പീഡ് കുറവാണ്. ഓടി മനുഷ്യൻ മടുത്ത്. പോലീസൊന്നും ഇല്ലല്ലേ? പോലീസൊന്നും വരാനുള്ളല്ലോ. മതി. ഈ വണ്ടി അങ്ങോട്ട് എടുക്കേണ്ട ഇതാക്കി നമുക്ക് മാപ്പ് എടുത്തിട്ട് അങ്ങോട്ട് പോകണമെന്ന് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടാണ് വീഡിയോ എടുക്കാമെന്ന് നിങ്ങൾക്കറിയണ്ടല്ലോ. നിങ്ങളിങ്ങനെ കണ്ടാൽ പോലെ നല്ല കഷ്ടപ്പാടുണ്ട്. ഈ പനി ഉണ്ടെങ്കിലും നമ്മുടെ ഒരു ദിവസത്തെ വീഡിയോ മിസ്സാക്കാൻ പറ്റില്ലല്ലോ. ഒരു ദിവസത്തെ പോലും വീഡിയോ ഞാൻ മിസ്സാക്കാതെയാണ് ഇടുന്നത്. എനിക്ക് അത്രത്തോളം എൻ്റെ യൂട്യൂബ് ചാനലിന് അത്രത്തോളം എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രം, അതായത് നിങ്ങളോടും എനിക്ക് അത്രത്തോളം ഒരു സ്നേഹമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഇടുന്നത്. വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട്. മനസ്സിലായോ? എനിക്ക് അപ്പോൾ നിങ്ങളും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സ്നേഹം കാണിക്കണം. പ്ലാൻ വർക്കൗട്ടായി എല്ലാവർക്കൊക്കെ സെൻഡ് അടിച്ച്. നിങ്ങളൊന്നും കേട്ടില്ലല്ലോ ഗൈസ്. സൈഡിൽ കൂടി വണ്ടി വന്നു. അതെന്താ വണ്ടിയെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ അതിനൊന്നും ചെയ്യാത്തത്. അറിഞ്ഞിരുന്നെങ്കിൽ ഇതേൻ്റെ ഇതൊക്കെ വന്നു. നാളെ പാർസൽ വരും. ഒരു പാർസൽ നാളെ വരും. അപ്പോൾ പാർസൽ എടുക്കണം പിടിച്ചേ വയ്ക്കും. ഈ വണ്ടി വെച്ചൊന്ന് കണ്ണോട്ട് നോക്കിയാലോ? സെറ്റ് എച്ചിൻ്റെ വര കൂട്ടുണ്ട് സംഭവം. പിന്നെ ഇതിപ്പോൾ തന്നെ വീട് വേണ്ട പറഞ്ഞു കണ്ടാറ്. ഇത് തത്തുന്നത്
ഓടിച്ചോടി എത്തി കഴിച്ച് എത്തി പിന്നെ ഞാൻ GTA 5 വിളിക്കാൻ കാരണമുണ്ട്. ഏതൊരു സ്ഥലം ഏതാണെന്ന് എനിക്കറിയില്ല. ഏതൊരു സ്ഥലമുണ്ട് അവിടുത്തെ വ്യൂ ആണ് കറക്റ്റ് GTA 5 അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ വ്യൂ ആണ് GTA 5 ഉണ്ട്. ഷോർട്ട് കട്ട് എടുക്കാം അല്ലാണ്ട് എന്താണ് നല്ലൊരു ഉടുപ്പൊക്കെ ഇട്ടിട്ട് വന്നിട്ടേ മോശമല്ലേ പോവായിരുന്നു. എനിക്ക് ഇവിടുന്ന് ഷോർട്ട് കട്ട് എടുത്തിട്ട് ഇത്ര നേരം നമ്മൾ റോങ് വേ കൂടിയാണ് പൊയ്ക്കൊള്ളുന്നത്. റോങ് വേ ഇനിയും നമ്മൾ റോങ് വേ കൂടിയാണ് പോകുന്നത്. പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക. എത്തി പ്ലെയിൻ ഇല്ലേ? വലിയ പ്ലെയിനൊന്നും എടുക്കാൻ പറ്റില്ല. ഇവിടെ ചെറിയ പ്ലെയിൻ ഉണ്ടാവേണ്ടതാണല്ലോ. ചില ടൈമിലൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്കൊന്ന് അവിടെ പോയിട്ട് വരുമ്പോഴത്തേക്ക് കിട്ടിയിരിക്കും. ഹെലികോപ്റ്റർ അത്രേ ഉള്ളൂ. ഏത് ഹെലികോപ്റ്റർ എടുക്കും? ഇത്ര നേരം അവിടെ കിടന്ന ഹെലികോപ്റ്റർ കാണില്ലേ? ഇപ്പം എങ്ങനെ ഇരിക്കണം? ആകെപ്പാടുള്ള ഹെലികോപ്റ്റർ ഇതാ രാവിലെ. ഇനിയിപ്പം എല്ലാം നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാനൊക്കെ പറ്റും. എന്തിപ്പോൾ ഇറങ്ങിയത് വേറെപ്പോൾ ഇത് എടുക്കാൻ പറപ്പിക്കാം. ഇതേ പറപ്പിക്കാൻ നമുക്ക് ഇത് എത്തും. അല്ലാണ്ട് നണിക്കാനാണ് നമ്മൾ ഇത് നേരെ കൊണ്ടായിരിക്കും. നമുക്ക് പിന്നെ പാരച്യൂട്ടുള്ളതുകൊണ്ട് സീനാവേണ്ട ആവശ്യമില്ല. നമ്മൾ വീടിവിടാണെന്ന് അറിയുകയാണെങ്കിലേ വീടിൻ്റെ മേളിൽ കൊണ്ടിടാന്നേ. ഏത് അതെ എൻ്റെ മേളിൽ ഇടാലോ. നമ്മൾ ഇവിടെ ഇടാൻ പോവാണ്. അതിൻ്റെ മേളിൽ തന്നെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണം. നാളെ ഏത് കളർ ഡ്രസ്സ്, ഏത് ഷോർട്സ് വേണോ, സാധാ പാൻറ് വേണോ, ബാഗ് വേണോ, പാരച്യൂട്ട് വേണോ? പാരച്യൂട്ട് ബാഗാണോ നമുക്ക് അറിയില്ല. നമ്മളിവിടെയുണ്ട്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ശ്രമിച്ചാലാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഔട്ട്ഫിറ്റ് ഒന്ന് നിങ്ങളൊന്ന് പറയണം. ഇത് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് പറയണം. കാരണം ആ സമയം ചിലവാണ്. ശിവനേ ശിവനേ എത്തി ഔട്ട്ഫിറ്റ് റേറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ മദറിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിശ്വാസത്തിന്. ഇത്രയൊക്കെ ഉള്ളൂ. ബൈ. സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. മനസ്സിലായിരിക്കും.